ഈ പെൺകുട്ടി അവളുടെ പാവയെ എന്ത് ചെയ്താലും അതുപോലെ ബോസിന് അനുഭവപ്പെടും. അങ്ങനെ ഒരു ദിവസം അവൾ ബോസിന് ഡോക്യുമെന്റ് നൽകാനായി എത്തി. ആ സമയം അവൾ ആ പാവയുടെ കവിളിൽ പിടിച്ചു. ഉടനെ ബോസിനും തന്റെ കവിളിൽ ആരോ പിടിക്കുന്നത് പോലെ തോന്നി. എങ്കിലും അയാൾ അത് വിശ്വസിച്ചില്ല. അന്ന് രാത്രി ഒരു പാർട്ടിയിൽ തന്നോടൊപ്പം വരണമെന്ന് അവൻ അവളോട് ആവശ്യപ്പെട്ടു. അവരുടെ വരവ് എല്ലാവരുടെയും ശ്രദ്ധ നേടി. ഇത് കണ്ട് ബോസിനോട് ക്രഷ് ഉണ്ടായിരുന്ന സ്ത്രീ അവളുടെ അടുത്തുപോയി അവളെ കളിയാക്കി. എന്നിട്ട് ബോസിനോടൊപ്പം നിൽക്കാൻ നിനക്ക് യോഗ്യതയില്ലെന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് വൈനെ അവളുടെ ഡ്രസ്സിലേക്ക് ഒഴിച്ചു. അവൾ പെട്ടെന്ന് ആ പാവയെ ഉയർത്തി. അപ്പോൾ ബോസ് മുഴുവനായി നനഞ്ഞു. ആ സ്ത്രീ തുളച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ തള്ളി മാറ്റി. ആ പെൺകുട്ടിയാണ് എല്ലാം നശിപ്പിച്ചതെന്ന് കരുതിയ അവൾ ആ പാവയെ പിടിച്ചെടുത്തു. അവൾ പാവ തിരികെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീ അവളെ വെള്ളത്തിലേക്ക് തള്ളിവിട്ടു. ഭയന്ന് അവൾ ആ സ്ത്രീയുടെ കൈ പിടിച്ചു. അങ്ങനെ ഇരുവരും ഒരുമിച്ച് വെള്ളത്തിലേക്ക് വീണു. ഇത് കണ്ടപ്പോൾ അവൻ ഞെട്ടി. കാരണം അവൻ വസ്ത്രം മാറ്റിയതേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും ശരീരം മുഴുവനായി നനഞ്ഞിരുന്നു. അപ്പോഴാണ് അവളുടെ പാവയ്ക്കും തനിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവൻ സംശയിച്ചത്. അതിനാൽ അവൻ ഉടനെ അവളെ രക്ഷിച്ചു. അവൾക്ക് ബോധം വന്നപ്പോൾ പാവ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നതായി അവൾ കണ്ടു. പാവയുടെ വസ്ത്രം മാറ്റണമെന്ന് കരുതി അവൾ അത് അഴിച്ചു. അതേസമയം അവൻ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അവൻ ഉടൻ തന്നെ അത് അഴിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും അത് വൈകിപ്പോയിരുന്നു. അവൻ പെട്ടെന്ന് ബാത്റൂം എടുത്ത് വീണ്ടും ധരിച്ചു. ഇനി ആ പാവയെ തുടരുത് എന്നവൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പോഴാണ് തന്റെ പാവ ബോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായത്.